വയനാട് എസ് പി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കൊലപാതകത്തിൽ പിടിയിലായ പ്രതി ദിലീഷിന്റെ കാര്യമൊക്കെ പറയുകയാണ് എസ് പി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അത് നമുക്ക് നോക്കാം. എങ്ങനെ ഏത് രീതിയിൽ അവർക്ക് ബന്ധങ്ങൾ വേറെ മറ്റേ നാട്ടുകാർക്ക് എങ്ങനെ പരിചയം ഉണ്ടായിരുന്നു, അത് നമുക്ക് നോക്കേണ്ടി വരും. നേരത്തെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയാണോ നേരത്തെ കൊടുത്തിരുന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. അവരുടെ റിലേഷൻ പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു പെറ്റീഷനേ ഉള്ളൂ. അത് പെട്ടെന്ന് അവർ തന്നെ തീർത്തിട്ട് അവർ പോയിട്ടുണ്ട്. എന്തോ ദിലീഷും മാനന്തവാടി സ്വദേശിയാണ്, പിലാക്കാവ് സ്വദേശിയാണ്. കൊല്ലപ്പെട്ട സ്ത്രീയാണോ അന്ന് പരാതി നൽകിയിരുന്നത്? ആ, അതെ അതെ. അതെ അതെ, നമുക്ക് തീർച്ചയായിട്ടും എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഈ സെർച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് നാട്ടുകാരുടെ നല്ല ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. കൂടാതെ ഫോറസ്റ്റിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രാത്രിയും ഇന്ന് പുലർച്ചെ 5 മണി വരെ ഫുൾ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്തു. അതുകൊണ്ടാണ് പ്രതി അധികം ദൂരം വരെ പോവാത്ത ഒരു സാഹചര്യം വന്നു. രാവിലെ കൂടി കുറേ ആൾക്കാരും കൂടി നമ്മുടെ പോലീസ് ടീമൊപ്പം നല്ല രീതിയിൽ കൂടുതലായിട്ട് സെർച്ച് ചെയ്തു. പിന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്ദി അറിയിക്കുന്നു. ഉണ്ട്, പക്ഷേ ഇപ്പോ പറയാൻ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ഈ ഉള്ള പിടിച്ച സ്ഥലം, ഇത് കൊല്ലപ്പെട്ട സ്ഥലത്തിന് എത്ര ദൂരെയായി ഇപ്പൊ ഈ കണ്ട ഷെൽട്ടർ ഒരു ഒളിച്ചിരുന്ന സ്ഥലം ഉള്ളത്? പറഞ്ഞ പ്രകാരം ഏകദേശം 100 മീറ്റർ ആയിരിക്കാം. ഓക്കെ, 300 മീറ്റർ ആയിരിക്കാം. ഓക്കെ, ആളില്ലാത്ത ഒരു തോട്ടമാണ്. ഓക്കെ, ഒരു എസ്റ്റേറ്റ് ആണ്. പ്രതി ആക്രമിക്കാനെങ്കിലും ശ്രമിച്ചു? കത്തി എന്തുകൊണ്ടായിരുന്നു? വിഷ്വൽ ഉണ്ടായിരുന്നു, പക്ഷെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, ഇപ്പോ പറഞ്ഞ പ്രകാരം അങ്ങനെയാണ്. ഇപ്പോ സീസറിൽ എടുക്കേണ്ടി വരും, അത് നോക്കാം. ആ കത്തി ഉപയോഗിച്ചാണോ കൊലപാതകം നടത്തി? അങ്ങനെ എന്തെങ്കിലും പ്രാഥമിക മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? പ്രൈമറി എന്തെങ്കിലും? അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയത്. വയനാട് എസ് പി തബോഷ് ബസുമതാരി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആ തിരുനെല്ലിയിൽ ഉണ്ടായ കൊലപാതകത്തെക്കുറിച്ച് കൂടിയാണ് എസ് പി പറയുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്, ചോദ്യം ചെയ്യലടക്കം നടക്കുകയുമാണ്.